പഴയകാലത്ത് വടക്കൻ കേരളത്തിൽ ചായപ്പയറ്റുകൾ പതിവ് കാഴ്ചയായിരുന്നു. നാട്ടിൻപുറങ്ങളിൽ പണം സമാഹരിക്കാനായി നടത്തുന്ന കൂടിച്ചേരലുകളാണ് ചായപ്പയറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പങ്കെടുക്കുന്നവരെല്ലാം തങ്ങൾക്ക് കഴിയുന്ന തുക സംഭാവനയായി നൽകുന്നു എന്നതാണ് ഈ ചായ സൽക്കാരത്തിന്റെ പ്രത്യേകത. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളിലെ വിവാഹത്തോടനുബന്ധിച്ചൊക്കെയാണ് മുൻപ് ചായപ്പയറ്റുകൾ നടക്കാറുള്ളത്. വയനാട്ടിലെ പിണങ്ങോട് സംഘടിപ്പിച്ച ചായപ്പയറ്റ് നാട്ടിലെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. ദയ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. വ്യാപാരികളെ തുന്മനസ്സുള്ള വീട്ടുകാരൊക്കെ സഹായിക്കുന്നുണ്ട്. സഹായം ഇതും കൊണ്ട് ഞങ്ങളൊരു കൊല്ലം അങ്ങനെ നീങ്ങിപ്പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ചികിത്സ എന്ന് പറയുന്നത് ആശുപത്രിയിൽ നിന്ന് വേദന മാറ്റാനേ കഴിയും. ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ രോഗികൾക്ക് മാനസികവും സാമൂഹികവും ആത്മീയവുമായ ഒരു ചികിത്സ നൽകാനാണ്. അതാണ് പാലിയേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊഴുതന, വെങ്ങപ്പള്ളി, കോട്ടത്തറ, തരിയോട് പഞ്ചായത്തുകളിലെ 2000-ഓളം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ചായയും കടിയും കഴിച്ച തങ്ങളാൽ കഴിയുന്ന തുകയും നൽകിയാണ് ഓരോരുത്തരും മടങ്ങിയത്. പിണങ്ങോട് ഫെസ്റ്റ് എന്ന പേരിൽ പ്രദർശന വിപണന മേളയും ഒരുക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമലാണ് നമ്മുടെ കൂടെയുള്ളത്. കമൽ, ഒരു സമയത്ത് ഈ വടക്കൻ കേരളത്തിലൊക്കെ ഇങ്ങനെ നടത്താറുണ്ടായിരുന്നു അല്ലേ? ഇടയ്ക്ക് വെച്ച് എപ്പോഴും ഇങ്ങനെ വയനാട്ടിലാണെന്ന് തോന്നുന്നു അങ്ങനെ നടത്തിയതായിട്ടൊരു ഓർമ്മയുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് പോലെയാണ് ഒരു ഓർമ്മ. എന്നാലും ഒരുപാടധികം കേൾക്കാത്ത ഒരു കാര്യമാണ് ചായപ്പയറ്റ് എന്നുള്ളത്. അത് വീണ്ടും തിരികെ എത്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അതിലൊരു കൗതുകമുണ്ടാകും, അവരൊന്നിക്കും. അതും ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണല്ലേ ഇപ്പോഴും ഈ ചായപ്പയറ്റ് നടത്തിയത്. എന്തൊക്കെയായിരുന്നു പ്രത്യേകതകൾ? പണ്ടുകാലത്ത് ഈ വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങളിലൊക്കെ പണം സമാഹരിക്കാനായി ഇത്തരം ചായപ്പയറ്റുകൾ സർവ്വസാധാരണമായിരുന്നു. പ്രത്യേകിച്ച് അധികം സാമ്പത്തിക സ്ഥിതിയില്ലാത്ത കുടുംബങ്ങളിലെ വിവാഹത്തോടനുബന്ധിച്ചൊക്കെയാണ് ഇത്തരം പയറ്റുകൾ നടന്നിരുന്നത്. അപ്പോൾ നാട്ടിലുള്ള എല്ലാവരും അവിടെ ഒത്തുകൂടി ചായ കുടിച്ച് മടങ്ങുന്നതോടൊപ്പം തങ്ങൾക്ക് കഴിയുന്ന തുക സംഭാവനയായി നൽകുക എന്നതാണ് പയറ്റിൻ്റെ രീതി. മാത്രമല്ല, ഈ നൽകുന്ന തുകയുടെ കണക്ക് സൂക്ഷിക്കുകയും ചെയ്യും. പിന്നീട് ഈ തുക നൽകിയ ആൾ ഒരു പയറ്റ് സംഘടിപ്പിക്കുമ്പോൾ ആ തുക തിരികെ നൽകുക എന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രമായിരുന്നു ചായപ്പയറ്റിന് ഉണ്ടായിരുന്നത്. ആധുനിക കാലത്ത് അത്തരം പയറ്റുകളൊന്നും സർവ്വസാധാരണമല്ലെങ്കിലും ഇപ്പോൾ പൊതു ആവശ്യങ്ങൾക്കായി ചായപ്പയറ്റുകൾ സംഘടിപ്പിച്ചു വരുന്ന രീതി പലയിടത്തുമുണ്ട്. അത്തരത്തിലൊരു ചായപ്പയറ്റാണ് പിണങ്ങോട് ദയ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിൻ്റെ പ്രവർത്തകരും നടത്തിയത്. നാട്ടിലെ ആളുകളെയൊക്കെ ഒരു ചായ സൽക്കാരത്തിന് വിളിക്കുന്നു. അവർക്ക് പറ്റാവുന്ന തുക സംഭാവനയായി നൽകുന്നു. എന്തായാലും അതൊരു വലിയ വിജയം തന്നെയായി മാറി. കാരണം 2000-ഓളം ആളുകൾ ആ പഞ്ചായത്തിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നുമൊക്കെയായി 2000-ഓളം ആളുകൾ ചായപ്പയറ്റിൽ പങ്കെടുത്തു. ചായയും പലഹാരവും ഒക്കെ കഴിച്ച് നല്ലൊരു തുക, അവർക്ക് കഴിയാവുന്ന തുക ഓരോരുത്തരും സംഭാവനയായി നൽകിയാണ് മടങ്ങിയത്. പാലിയേറ്റീവ് യൂണിറ്റിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്കുള്ള തുക സമാഹരിക്കുകയായിരുന്നു ലക്ഷ്യം. എന്തായാലും ലക്ഷ്യം വെച്ച തുക കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പാലിയേറ്റീവ് പ്രവർത്തകർ പറയുന്നത്. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്നാൽ ഇപ്പോൾ നമുക്കറിയാം നാട്ടിലെ കിടപ്പ് രോഗികൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന സംവിധാനമാണ്. ഒരുപാട് ആളുകൾ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരു പയറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായും ആളുകൾ പങ്കെടുക്കും, സഹായം നൽകും. എന്തായാലും വളരെ നല്ലൊരു മാതൃകയാണ്. ആ ഒരു ഉദ്ദേശം, ആ ഒരു കാര്യം ലക്ഷ്യം മുന്നിലേക്ക് വെച്ചാണ് ഒരു ചായപ്പയറ്റ് നടത്തിയത്. അപ്പോൾ ഒരുപാട് പേർക്ക് പരിചയമില്ലാത്തൊരു പേരാണ് ചായപ്പയറ്റ്. മുൻപൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന ചായ സൽക്കാരം എന്ന് മാത്രം പറഞ്ഞ് ഇത് മാറ്റുന്നതല്ല. ചായപ്പയറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ നടത്തിയത് ഒരു ചായ സൽക്കാരം പോലെ നടത്തുന്നു, എല്ലാവരും ഒരുമിച്ചെത്തുന്നു. പക്ഷേ അതിനൊരു ഉദ്ദേശം കൂടിയുണ്ട്, പലരെയും സഹായിക്കുക. അങ്ങനെ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചെത്തുന്നു. അവരുടെ നല്ല മനസ്സുകൊണ്ട് സഹായങ്ങളൊക്കെ നൽകി ആ ചായപ്പയറ്റ് അങ്ങനെ വിജയകരമായിരിക്കുകയാണ്. എം കമലാണ് നമ്മളടുത്ത കാര്യങ്ങൾ പറഞ്ഞത്.